ഒരു ഹീറോയിസം എന്ന് പറയുന്ന ഒരു സാധനമല്ല. അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം. അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ ടാർണിഷ് ചെയ്യുന്നത്. ശരി, അച്ഛൻ്റെ വിജയത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? പറയാനില്ല, അല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ വിമർശനങ്ങളൊക്കെ ഒടുവിലും ഇത്രയും നല്ലൊരു വിജയമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിലൊരു ഹീറോ ആയിട്ട് തന്നെയാണ് അച്ഛനെ ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. കാരണം നമ്മൾ ഒരു ഹീറോയിസം എന്ന് പറയുന്ന ഒരു സാധനമല്ല. അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് എത്ര ആൾക്കാർ വിമർശിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വിജയം വന്നത് എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു അതിശയം തന്നെയാണ്. പക്ഷെ അത് ആയി. അപ്പോൾ ഇനി അച്ഛൻ എഴുതുന്നതിനെക്കാട്ടിലും അച്ഛൻ ഇനിയും നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റട്ടെ, അതിനുള്ളൊരു അവസരമാണിത്. അപ്പോൾ അടുത്ത 5 വർഷത്തിൽ അച്ഛൻ്റെ വർക്ക് എന്താണെന്ന് ജനങ്ങളും നിങ്ങളെല്ലാവരും തന്നെ കണ്ട് അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പം ഉള്ളൊരു അടുത്ത വർഷങ്ങൾ എന്ന് പറയുന്നത് അച്ഛൻ്റെ തന്നെ എന്താ പറയുക, അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി. ഈ തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ലല്ലോ, ഈ കേരളം ഒട്ടാകെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ ആ വികസനത്തിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ ഇനിയാണെങ്കിലും? ഞാൻ പൊളിറ്റിക്കലി ഒന്നും പറയാൻ പോകുന്നില്ല, ഞാനത് പറയാൻ ആരും അല്ല. അച്ഛൻ്റെ വർക്ക് അച്ഛൻ നിങ്ങൾ തന്നെ കാണുന്നുണ്ട്, എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന്. അത് അച്ഛൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഈ അച്ഛന് ഒരുപാട് ട്രോൾസ് ഒക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അച്ഛന് ട്രോൾ ചെയ്യുമ്പോൾ മറ്റൊന്ന നിലയിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് കാണിച്ചത്? ആൾക്കാർക്ക് എന്ത് വേണേലും പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. നമ്മൾ നെജത്തോടെ എടുക്കണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനങ്ങൾ വരും. നല്ലത് ചെയ്താലും ആൾക്കാർ എന്തെങ്കിലും കുറ്റം പറയും, കണ്ടുപിടിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിൽ അങ്ങ് പൊയ്ക്കോളും. അതിനൊന്നും നമ്മൾ വലിയ ഇത് കൽപ്പിക്കാറില്ല. ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷയുണ്ട്, ജയിക്കുന്ന ഓൾറെഡി പ്രതീക്ഷയുണ്ട്. എന്നാലും അങ്ങോട്ട് പോവാട്ടോ. സ്ക്രീനിങ് ഇന്നിപ്പം അച്ഛൻ്റെ ദിവസമല്ല, ചേട്ടൻ്റെ ദിവസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സിനിമ കാണാനായിട്ട് അകത്തോട്ട് പോകും. ആൾക്കാരെ പറ്റി നാട്ടുകാരെന്താ വിചാരിക്കുന്നതെന്ന് ആദ്യം വരുന്നത് മീഡിയക്കാരുടെ വായിലൂടെ അല്ല. അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു വളരെ വലിയ കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. ഈ വിജയത്തോടൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് കണ്ടറിയാനിരിക്കുന്നു. 5 വർഷം ഉണ്ടല്ലോ, കാണാം. മന്ത്രിയാവുന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും. അച്ഛൻ ജയിച്ചത് സന്തോഷമുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ജയിച്ചു. താങ്ക് യു. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഒരു പരിധി കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ക്യാമറ ഇപ്പോൾ പിടിച്ചോണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ ടാർണിഷ് ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് അച്ഛൻ ഇവിടെ എത്തിയെന്നുള്ള ആ ഒരു ഓബ്വിയസ് നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണാം. അച്ഛനെ ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ആവുന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു പ്രതീക്ഷ? അതൊക്കെ അച്ഛൻ്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടെന്നുള്ള ഒരു നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും നല്ലത്. കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛന് ചെയ്യാൻ സാധിക്കും. കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ നമുക്കങ്ങനെ എന്തായാലും നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നല്ലത് ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യഗ്രത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യം.